വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ. അല്ലാഹു നല്ലപോലെ തന്നിട്ട് പിന്നെ അല്ലാഹു നിങ്ങൾക്ക് തരാതെ നിങ്ങളെ പരീക്ഷിക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം അമ്മാരിഞ്ഞ് വരാൻ പോകുന്നത്. നേരത്തൊക്കെ എല്ലാ മംഗലത്തിനും പുതിയ പുതിയ ഡ്രസ്സ് വാങ്ങിയില്ലേ, ആ കളിയൊക്കെ നിൽക്കാൻ പോവാ. ഇനി ഒരു കൊല്ലത്തിന് ഒരു ഡ്രസ്സ് തന്നെ കിട്ടുമോ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം. അതാണ് തൊട്ടടുത്തായി അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കുറച്ചും പരീക്ഷിക്കാമെന്ന്. ഞാൻ കേട്ടല്ലോ ഒരാളെ കുറിച്ച്, മസ്കത്തിലെ വലിയ കച്ചവടക്കാരന് ഒരുപാട് ഷോപ്പുണ്ടായിരുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന് സലാമത്ത് നൽകട്ടെ. നല്ല മനുഷ്യനാ, നല്ല മനുഷ്യന്മാർക്ക് പരീക്ഷണം വരിക. ഒരാൾ ഈടെ എന്നോട് ചോദിച്ചു, ഉസ്താദേ അല്ല പിന്നെ ഇന്ന ആള് നിങ്ങൾക്ക് അറിയില്ലേ, അയാളിങ്ങനെ പറയാം, ഇന്ന ആള് അയാള് എല്ലാവിധ കുഴപ്പമുണ്ടാക്കില്ലേ, പക്ഷെ അയാൾക്കാണല്ലോ ബർക്കത്ത്. നമ്മളൊക്കെ അങ്ങനെ വയന്നെടുക്കാണ്, ഓരോ ദിവസം പോകുമ്പോഴും കീപ്പട്ടാണ്, ബലാലിനാണല്ലോ ബർക്കത്ത്. അങ്ങനെ തന്നെയല്ലോ റസൂലുള്ളാഹി പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചല്ലോ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നമ്മള് അങ്ങക്ക് കടക്കാൻ ഒരു കട്ടിലില്ല, വിരിക്കാൻ ഒരു വിരിപ്പില്ല, ഉടുക്കാൻ ശരിക്കുള്ള ഒരു വസ്ത്രമില്ല, കഴിക്കാൻ ശരിക്കും ഭക്ഷണമില്ല നബി. അങ്ങ് അള്ളാന്റെ ആള്, നമ്മളൊക്കെ അള്ളാഹുവിന്റെ ആളുകൾ. കിസ്റയും കൈസറും ഒക്കെ നോക്കിയാണ് നബി എല്ലാ നേരവും സുഭിക്ഷമായ ഭക്ഷണം. അവർക്ക് വലിയ കൊട്ടാരങ്ങളാണ്, അവർക്ക് ദാസിമാരാണ്, എല്ലാ സുഖ സൗകര്യങ്ങളുമാണ്. എന്താ നബി ഇതിന്റെ രഹസ്യമെന്ന് അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴല്ലേ റസൂലുള്ള പറഞ്ഞത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞത് എന്താ? അവർക്ക് ദുനിയാവാണ് അല്ലാഹു കൊടുത്തത്, വലനൽ ആഖിറ, നമുക്കൊരിക്കലും അറ്റമില്ലാത്ത പാരത്രികമായ ജീവിതമാണ് അല്ലാഹു നമുക്ക് ഓഫർ ചെയ്തത് എന്ന്. അതുകൊണ്ട് ദുനിയാവിൽ വലിയ സുഖവും സൗകര്യവും നമുക്ക് കുറവായിരിക്കുമെന്ന് അല്ലാഹു പരീക്ഷിക്കാം. സ്വത്ത് കൊടുത്തുകൊണ്ടും സ്വത്ത് കുറച്ചുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കാമെന്ന്. മസ്കത്തിലെ വലിയ കച്ചവടക്കാരന്, എനിക്കറിയാവുന്ന ആളാ, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്ന ആളാ, നേരത്തെ കച്ചവടം ചെയ്ത് ധാരാളം ഉണ്ടാക്കിയ ആളാ. അയാൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സ്വത്തുകൾ ഭൂമി നാട്ടിൽ വാങ്ങി വെച്ച ആളാ. ഈടെ ഞാൻ കേട്ടത് അയാൾ ഓരോ സ്വത്തും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. കടകൾ അറബി പിടിച്ചെടുത്തോ, അവിടെയുള്ള കടങ്ങൾ വീട്ടാനായി അവസാനം സ്വന്തം പറമ്പും വീടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്ന്. നല്ല മനുഷ്യനാ, ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്റെ സഹോദരങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പരീക്ഷിച്ചില്ലേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്യുകയാ. മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുമ്പോൾ അവസ്ഥ എന്താ? മക്കയിലെ തന്റെ വീടും പറമ്പും വിട്ട അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുന്നത് മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ചെല്ലുന്ന സമയം തലഅൽ ബദ്റു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊതു ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഇ. അല്ലാഹുവിന്റെ ഹബീബ് മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വന്തം കാൽപാദങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് ഭൂമിയിൽ വെക്കാൻ സ്വന്തം അധീനതയിൽ ഒരടി മണ്ണ് പോലും അല്ലാഹുവിന്റെ ഹബീബിന് ഉണ്ടായിരുന്നില്ല. ആലോചിക്കണം, സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടുകയാണ്. മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോൾ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായില്ലാത്ത പച്ച ദരിദ്രനാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുനാ മുഹമ്മദ് മുസ്തഫ. കടം വന്നിട്ട് വീട് വെക്കേണ്ടി വന്നു എന്നല്ലേ പറയേണ്ടി വന്നിട്ടുള്ള?
വീട് ഞങ്ങൾ 60 ലക്ഷത്തിന് വിറ്റിട്ട് 30 ലക്ഷം കടം വീട്ടിയിട്ട് 30 ലക്ഷത്തിനൊരു ചെറിയ സ്ഥലവും വീടും വാങ്ങേണ്ടി വന്നോ. വലിയ വീട്ടിൽ നിന്ന് ചെറിയ വീട്ടിലേക്ക് മാറി എന്നല്ലേ പെങ്ങളെ പരാതി. എന്നാൽ അള്ളാന്റെ ഹബീബിനെ അള്ളാഹു പരീക്ഷിച്ചത് ഉള്ള വീടും പറമ്പും ശത്രുക്കളുടെ മുമ്പിൽ വിട്ടേച്ചു പോകേണ്ടി വന്നു. മദീന മുനവ്വറയിലേക്ക് ചെല്ലുമ്പോൾ സ്വന്തം കാൽപാദ മൂന്നാൻ സ്വന്തം അധീനതയിൽ ഒരു പിടി മണ്ണ് പോലും അള്ളാന്റെ ഹബീബിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നില്ല. സ്വത്ത് കുറച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കാം. നമ്മക്കൊക്കെ ഉള്ള പരാതി എന്താ? കച്ചവടമൊക്കെ ഒരു 25% നടക്കണുള്ളൂ. കഴിഞ്ഞ അല്ലേ നമ്മളെ സ്വഭാവം തന്നെ എപ്പോ ചോദിച്ചാലും പറയാം എന്താ വിശേഷം, എന്താ വിശേഷം എന്ന് വെച്ചാൽ പറയാൻ എന്താ ഒരു തുമ്പില്ല, രാവിലെ ആണ് വൈകുന്നേരമാണ് പോകുന്നത്. കച്ചവടമൊക്കെ എങ്ങനെ അതൊന്നും പറയാക്കാന്നല്ലേ. എന്നാ ഈ ചങ്ങായി 35 കൊല്ലം അള്ളാഹു ലാഭം കൊടുത്തില്ലേ, എന്നാ ആ ലാഭം ആലോചിച്ചിട്ട് മോൻ അടക്കി പറഞ്ഞു. ബക്കറ്റ് വെറുതെ പോയാൽ കിട്ടൂല, പറഞ്ഞു അടക്കി. എന്നാ ഈ ചങ്ങായി പറയണ്ടേ 35 കൊല്ലം അള്ളാഹു ലാഭം തന്നെ. അൽഹംദുലില്ലാഹ് 35 കൊല്ലം എന്താ ഉഷാറ്. 1 കൊല്ലം 2 കൊല്ലമൊക്കെ അങ്ങനെ ആയി എന്ന് കരുതി ഇപ്പൊ എന്താ പ്രശ്നം? അതല്ല, എപ്പോ ചോദിച്ചാലും പറയാം കേരളക്കാരന്റെ സ്വഭാവം. ഒരു സുഖല്ല, എപ്പോ ചോദിച്ചാലും മൂന്ന് തന്നെ അങ്ങനെ, മുഖം തന്നെ അങ്ങനെ. പണ്ടൊരു അറബി മക്കളും ആക്സിഡന്റ് ആയി, 9 കുട്ടികളുണ്ട് വണ്ടിയിൽ, 8 ആളും മരിച്ചു, ഭാര്യയും മരിച്ചു, ഒരു കുട്ടി ഇയാളും രക്ഷപ്പെട്ടു. ആളുകൾ ഓടി വന്നിട്ട് ഈ അറബിയൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, കണ്ട ഒരു കൈഫൽ ഹാൽ കൈഫൽ ഹാൽ. പോലീസുകാർ പോലും അങ്ങനെ വലിയ കുറ്റം ചെയ്യാനും പിടിക്കാൻ വേണ്ടി വരുമ്പോ അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ എന്ന് ആദ്യം ചോദിക്കും. ഓടി വന്നിട്ട് കൈഫൽ ഹാൽ. അപ്പൊ ഇയാൾ പറയാം അൽഹംദുലില്ലാഹ്. ഇയാളോട് ആരോട് ചോദിച്ചു, 8 കുട്ടികളും ഭാര്യയും മരിച്ചെടുക്കും മങ്ങളും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഞാനും ഒരു കുട്ടിയും കഴിച്ചില്ലായില്ലേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞങ്ങളും മരിക്കാമായിരുന്നല്ലോ. അല്ലാഹു അനുഗ്രഹം നമ്മൾ ഓർക്കേണ്ടത്, അനുഗ്രഹമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ആരുടെ കൂടെയാണ് അല്ലാഹു ഉണ്ടാകുന്നത്? ഇന്നാ ശദ്ദന്നാസി ബലാ അൽ-അംബിയാ. ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നവർ പ്രവാചകന്മാരാ. പിന്നീട് അവരോട് അടുത്തവരാ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഉമ്മ, 3 മക്കൾ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നില്ലേ എന്റെ 3 മക്കളും യതീമാണ് എന്ന്? എന്നാ നിങ്ങളുടെ 6 മാസം പ്രായമായ കുട്ടിക്ക് പോലും ഒരു 2 ചുംബനമെങ്കിലും പിതാവിന്റേത് ലഭിച്ചിട്ടില്ലേ? എന്നാൽ വാപ്പയെ തീരെ കണ്ടിട്ടില്ലാത്ത നബിയാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വാപ്പയുടെ ഖബറിന്റെ അടുത്ത് ചെന്ന് അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി കരഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് വാപ്പയുടെ സ്നേഹം എന്തെന്നറിയാത്ത നബിയാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ നിരാശരാകുന്നത്? നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? എന്റെ പെങ്ങളെ, എന്റെ സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന്. 3 മക്കളുടെ 3 യതീമായ മക്കളെ മടിയിൽ വെച്ച് വളർത്താനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് പറഞ്ഞതെന്താ? ഒരു യതീമിനെ മടിയിൽ വെച്ച് വളർത്താനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? 2 യതീമുകളെ വളർത്താനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? പെങ്ങളെ, നിങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, നാളെ സ്വർഗ്ഗത്തിന്റെ ചാവി കൊണ്ടുവന്ന് സ്വർഗ്ഗം തുറക്കാൻ ഞാൻ ഒരുങ്ങുമ്പോ മുഹമ്മദ്, സ്വർഗ്ഗത്തിന്റെ താക്കോൽ മുഹമ്മദിന്റെ കയ്യിലാണ്. സ്വർഗ്ഗത്തിന്റെ ചാവി കൊണ്ടുവന്ന് സ്വർഗ്ഗം തുറക്കാൻ ഒരുങ്ങുമ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, കവിൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്, ശരീരമെല്ലാം വിളറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണ് വന്ന്
എന്നെ തിക്കിത്തിരക്കി എന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ആ പെണ്ണ്. അള്ളാന്റെ ഹബീബ് പറയാ, ഞാൻ ശ്രദ്ധിച്ചു നോക്കി ആരാണ് ആ പെണ്ണെന്ന്. അള്ളാന്റെ ഹബീബ് എന്നിട്ട് പറയാ, രണ്ടോ മൂന്നോ യതീമുകളെ ഭർത്താവ് തനിക്ക് വിട്ടേച്ചു കൊടുത്തുകൊണ്ട് ഭർത്താവ് നേരത്തെ യാത്രയായതാ. പൊന്നു യതീമുകളെ കാര്യം വിചാരിച്ച് തന്റെ ഭർത്താവ് മരിച്ചുപോയി 2 മക്കളെ തനിക്ക് വേണ്ടി വിട്ടേച്ചു തന്ന്, അല്ലെങ്കിൽ 3 മക്കളെ വിട്ടേച്ചു തന്ന്. കുഞ്ഞു പ്രായമാ, യതീമാണ് പൊന്നുമക്കൾ. ആ അവസ്ഥയിലാ ഭർത്താവ് മരിച്ചുപോയത്. ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ മക്കൾക്ക് നഷ്ടം ആ മക്കൾ പാഴായി പോകുമെന്ന് കരുതി വേറെ ഒരു കല്യാണം ചെയ്യാതെ, വേറെ ഒരു ഹറാമും ചെയ്യാതെ അള്ളാഹുവിനെ പേടിച്ച് ഈ മക്കളെ പോറ്റി വളർത്തിയ പെണ്ണാ, കഷ്ടപ്പെട്ട് വളർത്തിയ പെണ്ണാ. കഷ്ടപ്പാട് കൊണ്ടാ മുഖം ചുളിഞ്ഞു പോയത്, കവളകം ഒട്ടിപ്പോയത്. സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു. ആ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ശരീരമാകെ വിളറിയിട്ടുണ്ട്. ഈ 3 മക്കളെ വിചാരിച്ചല്ലെങ്കിൽ 2 മക്കളെ വിചാരിച്ച് കുടുംബജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച പെണ്ണാ, ഹറാമ് ചെയ്യാതെ ജീവിച്ച പെണ്ണാ. ആ പെണ്ണ് എന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടുവന്ന ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇങ്ങനെ പറയണേ, ഞാൻ ജീവിതത്തിൽ ഒരു സുഖം കിട്ടാത്ത പെണ്ണാണ്, എനിക്കല്ലാ ഒരു സുഖം തന്നിട്ടില്ല, എന്തിനാ നിങ്ങൾ പറയണത്? അള്ളാന്റെ ഹബീബ് സ്വന്തം വാപ്പയെ കണ്ടിട്ടില്ലാത്ത മോനാ. ആ മോനെ അള്ളാഹു ചെയ്തു കൊടുത്ത യതീം എന്ന പദവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? അലം നജിദ്ക യതീമാ ഫആവാ വവജദക അല്ലാഹു ഫഹദാ. പദവിയെ കുറിച്ച് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, നബിയേ അങ്ങയെ നാം യതീമായി എത്തിച്ചില്ലയോ യാ റസൂലല്ലാഹ് എന്നാണ്. യതീം ഏറ്റവും അലങ്കൃതമായ പദവിയാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. പിന്നെ എന്തിനാ നിങ്ങൾ ആ കാര്യത്തിൽ ഇങ്ങനെ അശ്രദ്ധയായി കഴിഞ്ഞുകൂടുന്നത്? എന്റെ പെങ്ങളെ ആലോചിക്കണേ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞത്, ശരീരങ്ങളെ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കാമെന്നാണ്. ചിലപ്പോ വാപ്പയെ മരിപ്പിച്ചാകാം, ഉമ്മയെ മരിപ്പിച്ചാകാം, ഭർത്താവിനെ മരിപ്പിച്ചാകാം, ഭാര്യയെ മരിപ്പിച്ചാകാം, അല്ലെങ്കിൽ പിഞ്ചു പൈതങ്ങളെ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചുകൊണ്ടാകാം. മെരിഞ്ഞാതെറ്റാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് അതിന്റെ പോയപ്പോഴാ എടുത്തു വന്നത് ദുആ ചെയ്യണേ എന്ന്. 2 മക്കൾ എനിക്ക് ജനിച്ചിട്ടുണ്ടായിരുന്നു. 2 മക്കളും എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി. 3ാമത് ഞാൻ ഗർഭിണിയാണ്. അതേ വല്ലാത്ത വിഷമത്തിലാ. ദുആ ചെയ്യണേ, 3ാമത്തെ കുട്ടിയെങ്കിലും എനിക്ക് കിട്ടാൻ. പെങ്ങളെ കേൾക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കുട്ടികളുടെ മയ്യിത്തല്ലേ നിങ്ങൾ കാണേണ്ടി വന്നത്. എന്നാൽ തനിക്ക് ജനിച്ച 7 മക്കളിൽ 6 മക്കളും അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കെ അല്ലാഹു മരിപ്പിച്ചു കളഞ്ഞ് പരീക്ഷിച്ചതാ നമ്മുടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മക്കളും കൺമുമ്പിലേ മരിച്ചു. അതിൽ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാതാകുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന് പോയ സമയത്ത്, ബദർ യുദ്ധത്തിന് അല്ലാഹുവിന്റെ ഹബീബ് പോകുമ്പോൾ റുഖയ്യ ബീവി രോഗിയ. അല്ലാഹുവിന്റെ ഹബീബ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, നിങ്ങൾ മകളെ ശുശ്രൂഷിക്കാൻ നിന്നോളൂ, ഭാര്യയെ ശുശ്രൂഷിക്കാൻ നിന്നോളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിന്റെ കാരണം റുഖയ്യ ബീവിയെ സംരക്ഷിക്കാൻ വീട്ടിനകത്ത് കഴിഞ്ഞുകൂടി. എന്നാൽ ബദർ യുദ്ധം കഴിഞ്ഞ് ബദറിൽ ജയിച്ച സന്തോഷത്തോടെ സ്വഹാബികൾ മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. മദീനയിലേക്ക് തിരിച്ചു വരുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ തേടിയെത്തിയ വാർത്ത എന്താ? റുഖയ്യ ബീവി വഫാത്തായിരിക്കുന്നു എന്നാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് സന്തോഷത്തോടെ മദീനയിലേക്ക് വരാൻ സ്വഹാബികൾ വല്ലാത്ത സന്തോഷത്തില്. 900ഓളം വരുന്ന ശത്രുക്കൾ തങ്ങളെ നശിപ്പിക്കാൻ വന്നതാ. എന്നാൽ അവർ പരാജയം ഏറ്റുവാങ്ങി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാ. ആ സന്തോഷവുമായി മദീനയിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ തേടിയെത്തിയത് റുഖയ്യ ബീവി വഫാത്തായിരിക്കുന്നു എന്നാണ്. ചില ആളുകൾ പറയാ
പറയാറുണ്ടല്ലോ, വീടൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൂടാൻ ഒരുങ്ങുമ്പോഴാസ്താദേ പണിയൊക്കെ കഴിഞ്ഞിട്ടാ എന്റെ പുതിയാപ്പള മരിച്ചു പോയത്. ആ വീട്ടിൽ കൂടാൻ എന്റെ മോനുണ്ടായില്ല, എന്റെ മോനെ അല്ലാഹു തിരിച്ചു വിളിച്ചു. പെങ്ങളെ നിങ്ങൾ ആലോചിക്ക്, അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വീട്ടിൽ വന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ റുഖിയ മോളുടെ വിവരം എന്താണ്? ആയിഷ ബീവി പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ് റുഖിയ മോൾ വഫാത്തായില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, റുഖിയ മോൾ എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബേ മഖബറടക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ജന്നത്തുൽ ബഖീയിലേക്ക് ചെന്ന് നോക്കുമ്പോ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യിത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ട് മൂടുകല്ലിങ്ങനെ എടുത്തു വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് ചുറ്റുഭാഗത്തും ഇരിക്കുന്ന സ്വഹാബികൾ മണ്ണിങ്ങനെ വാരി ഇടുകയാ. അല്ലാഹുവിന്റെ ഹബീബിന് റുഖിയ മോളുടെ മുഖം കാണാൻ പോലുമുള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല. മരിച്ചു കിടന്നിട്ട് മുഖം കാണാൻ, അവസാനമായൊരു മുഖമൊന്നൊരു നോക്കു കാണാൻ ഉള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ വാപ്പ മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് നാട്ടിലൊന്ന് ഞാൻ പോയി വരട്ടെ എന്ന് ചോദിച്ചത് കഫീല് പറഞ്ഞയച്ചില്ല. നീ എന്തിനാ വേദനിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന് തന്റെ പൊന്നമോരുടെ മുഖമൊന്ന് കാണാനുള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്തമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ വസ്തമറാത്ത്. ഫലങ്ങളും കുറച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കാമെന്ന്. വിളവുകൾ കുറഞ്ഞു പോവുക, കൃഷികൾ നശിച്ചു പോവുക, പഴയ കാലത്ത് തേങ്ങ കിട്ടിയ പോലെ തേങ്ങ കിട്ടാതിരിക്കുക, വിളവുകൾ കുറഞ്ഞു പോവുക അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്. ഇങ്ങനെ ഏത് രീതിയിലുള്ള പരീക്ഷണം വന്നാലും അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, നബിയേ ഏത് പരീക്ഷണം വന്നാലും ക്ഷമിക്കുന്നവർക്കാണ് അല്ലാഹു സന്തോഷം അറിയിക്കുന്നത് എന്ന് പറയണോ. ഏത് പരീക്ഷണം വന്നാലും ക്ഷമിക്കണം. അതൊക്കെ എന്റെ അള്ളാന്റെ ഭാഗത്തു നിന്നാണ്. സാരല്ല, അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറയാം. വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമിക്കുക. ചില ആൾക്കാരുണ്ട് മരിച്ച നെഞ്ഞത്തടിക്കുക, തലട്ടടിക്കുക, തല്ല, കുഴപ്പാക്കുക, പിന്നെ അങ്ങനെ അന്തം കമ്മിയായിട്ടിരിക്കുക, മാനസിക എന്ന് പറയാ. എന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹു തന്ന പരീക്ഷണമാണെന്ന് ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറായില്ല. ക്ഷമിക്കണം എന്ന്. വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമയുടെ കൂലി എന്താ പറയാനുള്ള സമയമില്ലല്ലോ. ലോകത്ത് ഏറ്റവും വലിയ കൂലിയുള്ള അമൽ ക്ഷമയാണ്. നിസ്കാരത്തെക്കാളും വലിയ കൂലിയാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവരോട് ഒപ്പമാണ് എന്ന് ഖുർആൻ. ക്ഷമിക്കുന്നവർ രണ്ടാളും കൂടി കച്ചറ കൂടിയാണ്. ഒരാൾ വേറൊരുത്തരങ്ങനെ നല്ലോണം ചീത്തറുണ്ട്, മറ്റോ മുണ്ടാതൊക്കെ ഉണ്ട്. ആരെ കൂടെ? അല്ലാഹ്. രണ്ടാളും കൂടി ആ മുണ്ടാതെ ക്ഷമിക്കുന്നതിന്റെ കൂടെയാണ് അല്ലാഹു. ആൾക്കാരുടെ കൂടെ ഉണ്ടാകുക ചീത്താറിന് ആൾക്കാർ പറയാം, അവനെ ഉഷാറ്, അവൻ വർത്തമാനം പറഞ്ഞിട്ടില്ല, മറ്റങ്ങനെ വരി മുണ്ടാതിക്കുക, അവന്റെ അടുത്തായ തെറ്റ് എന്നൊക്കെ ആൾക്കാർ പറയും. അല്ലാഹു ക്ഷമിക്കുന്നവന്റെ കൂടെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടായി. ഭാര്യ നല്ല ചീത്തറുണ്ട്, മൂപ്പര് മുണ്ടാതെ അങ്ങനെ കുത്തുകലുണ്ട് അല്ലേ. കുടുംബത്തിൽ ഉമ്മ കണ്ടു. ആരെ? പുതിയാപ്പളുടെ ഉമ്മ കണ്ട എന്താ പറയാ? അവന്റെ പൊട്ട, മണുങ്ങേ, മങ്കൂസേ, എന്താ പറയല്? മങ്കൂസാന്നൊക്കെ പറയും. എന്നാ ആ ഭർത്താവിന്റെ കൂടെയാണ് അല്ലാഹു. ഇതെല്ലായിടത്തും ബാധക. ആ ഭർത്താവിന്റെ കൂടെ അല്ലാഹു. ഓനൊരു പെങ്കൂസനാ, ഓനൊന്നും മുണ്ടാതിരിക്കണ്ടില്ലേ? അങ്ങനല്ല. ക്ഷമിക്കുന്നവൻ ആരാ? അവന്റെ കൂടെ അല്ലാഹു. ഒരു ഭർത്താവ് ദുസ്വഭാവിയാണ്, ഭാര്യയെ വല്ലാതെ വഴക്ക് പറയുന്നു, അടിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഈ പെണ്ണ് സാധു ഒന്നും കൊണ്ടൂല. ഈ പെണ്ണിന്റെ കൂടെയാണ് അല്ലാഹു.
ചില ആൾക്കാരെ കയ്യിനേക്കാളും വലിയ നീളാണ് ചില പെണ്ണുങ്ങളെ നാവിന്. ക്ഷമിക്കുന്നവർക്ക് കൂലിയുണ്ട് എന്നറിയിക്കണം യാ റസൂലല്ലാഹ്. ക്ഷമിക്കുന്നവർക്ക് സന്തോഷമുണ്ടെന്ന് അറിയിക്കണം നബിയേ. എങ്ങനെ ക്ഷമിക്കണ്ടേ? പ്രയാസം വരുമ്പോ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, വല്ല പ്രയാസവും പരീക്ഷണവും അവർക്ക് വന്നാൽ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരീക്ഷണങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആളുകളാണ്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം റഹ്മ എന്നാണ് ഇതിന്റെ അർത്ഥം. ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഏത് പരീക്ഷണം വരുമ്പോഴും അങ്ങനെ പറയുന്ന ആളുകൾ, ഇതൊക്കെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം റഹ്മ, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം ലഭിക്കുമെന്ന് അല്ലാഹു വറഹ്മ, കാരുണ്യവും ലഭിക്കുമെന്ന് അല്ലാഹു. അങ്ങനെ പറയുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സമാധാനം കിട്ടൂന്ന്. മഹാനായ, ഞാൻ അവസാനിപ്പിച്ചോട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വൈസ് പ്രസിഡന്റായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദായിരുന്ന മഹാനായ സി.എച്ച്. ഹൈദറോസ് മുസ്ലിയാർ നമ്പർ അല്ലാഹു മർഖദ, മഹാനായ സി.എച്ച്. ഹൈദറോസ് മുസ്ലിയാർ നമ്പർ അല്ലാഹു മർഖദ ഉസ്താദ് അവർകളുടെ 30 കൊല്ലം മുമ്പ് ഉസ്താദ് അവർകളുടെ 4000 ഉറുപ്പിക കളഞ്ഞുപോയി. ഹനീഫ് ക 30 കൊല്ലം മുമ്പ് 4000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ മൂല്യം എത്ര ഉണ്ടാവും? 30 കൊല്ലം മുമ്പ് 4000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പൊ 40,000 ഉറുപ്പിന്റെ വാല്യൂ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ 40,000 ഉറുപ്പിക ഒരാളെ കളഞ്ഞു പോയത് ആലോചിച്ചു, ഉസ്താദിന്റെ പൈസ പോയി. ഇപ്പൊ ഞങ്ങളോട് കുട്ടികളോട് പറഞ്ഞു, എന്റെ പൈസ കാണില്ലല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ആടിമടിയൊക്കെ തരാൻ തുടങ്ങി, കണ്ടില്ല. പിന്നെ ഉസ്താദിനോട് ഉസ്താദ് ഏത് ബസ്സിലാ പോകുന്നത്, ബസ്സിന്റെ പോക്കടിച്ചു ചോദിച്ചോ, ബസ്സിലിട്ട് കൊഴിഞ്ഞു പോയി നമുക്ക് ചോദിച്ചു നോക്കാൻ തന്നെ പറഞ്ഞു. അത് ഞാൻ അന്വേഷിക്കൊന്നും ചെയ്യണ്ട, ഞാൻ എടുത്തോന് സ്വതക്കയായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയും, അത് ഞാനാണെങ്കിലും അരിയും വെളിച്ചെണ്ണ ഗോതമ്പ് പപ്പടം ഇതൊക്കെ വാങ്ങാ ചെയ്യാം, എടുത്തോന് ഓന്റെ വീട്ടിൽ അരിയും വെളിച്ചെണ്ണയും പപ്പടമൊക്കെ വാങ്ങല്ലേ ചെയ്യാം. അപ്പൊ ഓനെ സ്വതക്കയായി കൊടുക്കാം. ഇനിയിപ്പോ ഓനെ അത് എടുത്തു പോയതിന്റെ പേരിൽ അള്ളാന്റെ അടുത്ത് പോയി അയാൾ ഇവര് കുടുങ്ങി പോണ്ട, അയാൾ നിന്റെ ഒരു 4000 ഉറുപ്പിക കൊണ്ട് പഠിച്ചോന്റെ അടുത്ത് കുടുങ്ങേണ്ട അവസ്ഥ വേണ്ട, ഞാൻ അയാൾക്കത് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മനസ്സിന് എന്താ തോന്നാ? അപ്പൊ മനസ്സിന് എന്ത് തോന്നും? സന്തോഷം. എന്നാ ഒരാള് 4000 ഉറുപ്പിക പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഇയാള് 3 പെറ്റുമ്മാന്റെ മക്കാമിലേക്ക് നേർച്ചാക്കി 500 ഉറുപ്പിക എടുത്തോന്റെ കൈ പുയ്യി വെച്ചിട്ട് എന്റെ മുമ്പിൽ ഒന്ന് കാണണം. പിന്നെ ഓന്റെ അവസ്ഥ എന്താവും? എപ്പോഴും അടങ്ങാറ്, പറച്ചോൻ എന്റെ 4000 പോയി. പിന്നെ വരുന്ന ആൾക്കാരെ കയ്യുമൊക്കെ നോക്ക്, എന്താ ഓന്റെ കൈ പുയ്യി വെച്ചു, അസ്വസ്ഥനാണ്. ഞാൻ മഥരൻ ഒരു ഉദാഹരണം പറഞ്ഞ, الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المفلحون. അവർക്കാണ് സഹായം, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സമാധാനം, അവരാണ് വിജയികൾ. ഏത് പരീക്ഷണം, പല കോലത്തിലും പരീക്ഷണമുള്ള ഈ സദസ്സിലുണ്ടാവും. ഒരു കോലത്തിൽ അല്ലെങ്കിൽ വേറെ കോലത്തിലും അവരെന്നു മുതൽ മനസ്സിലാക്കേണ്ടതാണ് അക്കന്റെ റബ്ബിന്റെ ഭാഗത്തുനിന്ന്. 23 വയസ്സായി കുട്ടിക്ക്, പെൺകുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ പുതിയാപ്പിള്ളാര് കാണാൻ വരാൻ തുടങ്ങി. ഇതുവരെ കല്യാണം ശരിയായിട്ടില്ല. അതെ, ഭയങ്കര പ്രയാസപ്പെടുന്നു ചെയ്യണ്ട, എന്റെ റബ്ബൊന്ന് കണക്കാക്കിയിട്ടുണ്ട്, ആ എത്തിയാ നടക്കും, അപ്പൊ സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിലോ ഉറങ്ങിയ ഉറക്ക് വരുന്നില്ല. ഇയാൾ കുറെ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിടന്നു, എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഇടത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു, എന്നിട്ട് പിന്നെ കുറെ മലിന് കിടന്നിട്ട് രാത്രി 1 മണിയായിട്ട് മുമ്പ് ഉറങ്ങിയിട്ടില്ല. അസ്വസ്ഥത, സമാധാനം കിട്ടൂല, സമാധാനമുണ്ടാവുകയില്ല. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യേണ്ടുള്ളൂ, ബാക്കി റബ്ബ് ചെയ്യേണ്ടതാണ്.
അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ. ക്ഷമിച്ചവർക്ക് സന്തോഷമുണ്ട് എന്ന് പുണ്യനബി ഒറ്റ ഹദീസൂടെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ 10:15 പ്രസംഗം നിർത്തുന്ന അപ്പം നിർത്തും ഞാൻ. 2 മിനിറ്റ് കൂടെ ഒറ്റ ഹദീസ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ അഹബ്ബല്ലാഹു അബദാ, അല്ലാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ. കേൾക്കണ്ട അതാ ബല കേൾക്കണ്ട. ഈ ബലത്തെ ഭാഗത്ത് മറന്റെ അപ്പുറത്ത് ഇരിക്കണല്ലേ ഓലത് കേൾക്കണ്ട. നിങ്ങളും കേൾക്കണം ഒരു നല്ലോണം കേൾക്കണം. ഇദാ അഹബ്ബല്ലാഹു അബദ. വല്ല രോഗിന്റെ അടുത്തൊക്കെ വല്ല രോഗം കാണാൻ പോയ എന്താ പറയാ, ക്യാൻസറാന്ന് വിചാരിച്ചോളി. ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു വയറുവേദന ചെന്നപ്പോ പറഞ്ഞൊരു വയറുവേദന ഉണ്ട്. എവിടെ എനിക്ക് വേദന ഇവിടെ അവിടെ ഞാൻ പേടിക്കണം കേട്ടോ. എന്റെ കുടുംബത്തിലൊരു പെണ്ണിന് അങ്ങനെ ഒരു വേദന വന്നിട്ട് പിന്നെ നോക്കുന്ന സമയത്ത് 4th സ്റ്റേജ് എത്തിയ ക്യാൻസർ ചെയ്യുന്നു. അപ്പൊ തന്നെ അവള് പൗതി കൊഞ്ഞു പോയിട്ടുണ്ടാവും. ഇദാ അഹബ്ബല്ലാഹു അബ്ദാ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ സബ്ബ അലൈഹിൽ ബലാഅ സബ്ബാ, അല്ലാഹു അയാളുടെ മേൽ ബലാഅകൾ ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സബ്ബ അലൈഹിൽ ബലാഅ സബ്ബാ, ബലാഅ ഇങ്ങനെ ചൊരിഞ്ഞു